പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു സമീപന രീതിയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ധാരാളം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. നമ്മളെങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളെ വിലയിരുത്തിയിട്ടുള്ളത്? ഒരു രാഷ്ട്രീയ പാർട്ടിയെ മനസ്സിലാക്കാൻ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് അവലംബിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഈ മാർഗം ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു സമീപന രീതിയാണ്. ഇതെങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ട് അവസാനം അഭിപ്രായം പറയുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായപ്പെടാവുന്നതാണ്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അടിസ്ഥാനപരമായി 3 മാനദണ്ഡങ്ങളാണ് നമ്മൾ അവലംബിക്കേണ്ടത്. ഒന്നാമതായിട്ട്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യയശാസ്ത്രമുണ്ടാവും. ആ പ്രത്യയശാസ്ത്രത്തിലായിക്കോളൂ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നയമുണ്ടാവുക. ആ നയമായിക്കോളൂ ആ രാഷ്ട്രീയ പാർട്ടിയെ അതിൻ്റെ സ്വഭാവവും സംസ്കാരവും അതിൻ്റെ നിലവാരവുമെല്ലാം വ്യക്തമാക്കുന്നത്. അത് ലിഖിതമായിരിക്കും. ആ പ്രത്യയശാസ്ത്രം അനുസരിച്ചായിരിക്കുള്ളൂ ആ പാർട്ടിയുടെ അസ്തിത്വം നിലനിൽക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ പ്രത്യയശാസ്ത്രത്തെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ആ പാർട്ടിയെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തേത്, ആ പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങളുമാണ്. എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ലക്ഷ്യം? അതും ലിഖിതമായിരിക്കുള്ളൂ. ആ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ആ രാഷ്ട്രീയ പാർട്ടിയെ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടി നയിക്കുന്നത്? എന്താണ് അതതിൻ്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ആ രാഷ്ട്രീയ പാർട്ടിയെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രമാണ്. നാളിതുവരെയുള്ള ചരിത്ര പാരമ്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ആ രാഷ്ട്രീയ പാർട്ടിയെ മനസ്സിലാക്കാൻ കഴിയും. ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഇത്ര 15 വർഷമായി അല്ലെങ്കിൽ 10 വർഷമായി പ്രവർത്തിക്കുന്നു. ആ 10 വർഷക്കാലത്തിനുള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തിയത്, എന്തെല്ലാം ഇടപെടലുകളാണ് നടത്തിയത് എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? ചരിത്രപരമായിട്ട് നോക്കിക്കാണാം. ആ ചരിത്രപരമായി നോക്കിക്കാണുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് അവരുടെ സമീപനങ്ങൾ എങ്ങനെയാണ്, എന്തെല്ലാം വിഷയങ്ങളിൽ ഏതെല്ലാം രീതിയിലാണ് ഇടപെട്ടിട്ടുള്ളത്, അവരുടെ നിലപാടുകൾ എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ, ചരിത്രപരമായി നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ആ പാർട്ടി എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഒരു രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മനസ്സിലാക്കേണ്ടത്. ഈ സമീപന രീതിയെ നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.